My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇത് 253-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കാലിസിലിക്കേറ്റം എന്ന അധ്യായമാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ തലയും മുഖവും ചെവി മൂക്ക് ഇവയുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ സിംറ്റംസാണ് വരുന്നത്. ഇതിലും വളരെ ശ്രദ്ധേയമായ ചില പർട്ടിക്കുലേഴ്സുകൾ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. വെർട്ടിഗോ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻക്ലിനേഷൻ ടു ഫോൾ ബാക്ക്വേർഡ്സ്, വെർട്ടിഗോ ഡ്യൂറിംഗ് ഹെഡേക്ക് ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റഡ്, മസ്റ്റ് ലൈ ഡൗൺ, വെർട്ടിഗോ വിത്ത് നോസിയ, ഒബ്ജക്ട് സീംസ് ടു ടേൺ ഇൻ എ സർക്കിൾ, വെർട്ടിഗോ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. തലകറക്കമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒട്ടെല്ലാം വകഭേദങ്ങളും വരുന്നുണ്ട്. പ്രഭാതത്തിൽ, ഉച്ചകഴിഞ്ഞ്, സായാഹ്നത്തിൽ ഒക്കെ ഈ തലകറക്കം വരാം. പിന്നാക്കം വീഴാനുള്ള ഒരു പ്രവണത, തലകറക്കം വന്നിട്ട് അതിൻ്റെ പലതരത്തിൽ അതിൻ്റെ ഒരു വീഴ്ച വരാറുണ്ട്. എനിക്കും തലകറക്കം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ചിലപ്പോൾ മുന്നോട്ട് വീഴൽ, ചിലപ്പോൾ വശങ്ങളിലേക്ക് വീഴൽ. ഇവിടെ പിന്നാക്കം വീഴാനുള്ളൊരു പ്രവണതയാണുള്ളത്. തലവേദന ഉള്ള സമയത്ത് അതിനോട് ചേർന്ന് തലകറക്കം വരാം. ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റഡ്, ലഹരി പിടിച്ചാലെന്ന പോലുള്ളൊരു തലകറക്കം. അത് അതിൻ്റെ മറ്റൊരു വകഭേദം. മസ്റ്റ് ലൈ ഡൗൺ, കിടക്കണം. ചിലർക്ക് തലകറക്കം വന്നാൽ കിടക്കാൻ പറ്റില്ല, പക്ഷേ കാലിസിലിക്കേറ്റത്തിൽ കിടക്കണം. ഓക്കാനം വരാം. തലകറക്കത്തിനോട് പലപ്പോഴും ചേർന്ന് വരുന്ന ലക്ഷണമാണ് ഓക്കാനം. ചുറ്റും വസ്തുക്കൾ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. വെർട്ടിഗോ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരിലും തലകറക്കം വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറും. ചുരുക്കം ചില ആളുകളിൽ അത് മാറില്ല, അത് സുസ്ഥിരമായിട്ട് നിൽക്കും. അവർക്ക് മരുന്ന് കൊടുത്താൽ മാത്രമേ മാറുള്ളൂ. അത് വളരെയധികം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണത്. കാലിസിലിക്കേറ്റവും അത് കവർ ചെയ്യുന്നുണ്ട്. ഇനി എഴുന്നേൽക്കുമ്പോൾ, വൈൽ സിറ്റിംഗ്, വൈൽ സ്റ്റൂപ്പിംഗ്, ഇരിക്കുമ്പോഴും മുന്നോട്ട് ആയുമ്പോഴും, ഇത് രണ്ടുമാണ് ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്. എഴുന്നേൽക്കുമ്പോഴും, പക്ഷേ ഇരിക്കുമ്പോഴും മുന്നോട്ട് ആയുമ്പോഴുമാണ് കൂടുതൽ. കിടക്കാൻ നേരത്താണ് ഇതിന് ആശ്വാസം. നടക്കാൻ നേരത്തുണ്ട്, തുറസായ വായുവിൽ നടക്കാൻ നേരത്തുണ്ട്. Coldness in the head of vertex, the head is sensitive to cold and must be covered. തണുപ്പുമായിട്ട് വളരെ ബന്ധമുള്ളൊരു ഔഷധമാണിത്. തണുപ്പ് ഈ രോഗിക്ക് പ്രശ്നമാണ്. തല തണുത്തിരിക്കുന്നു, തല ഉച്ചഭാഗം വല്ലാതെ തണുത്തിരിക്കുന്നു. തണുപ്പിനോട് വളരെ സംവേദനക്ഷമതയുണ്ട് തലയ്ക്ക്. അതുകൊണ്ട് തന്നെ തല തൊപ്പിയോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യണം. പല ഔഷധങ്ങളും നമ്മളിതിനെ കണ്ടിട്ടുണ്ട്. ചിലത് ചെറിയ വായുപ്രവാഹമാണ് അവരുടെ തലയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റ് സ്വർണ്ണമ്പുള്ള ചില ഔഷധങ്ങൾ കണ്ടിട്ടുണ്ട്. തൊപ്പി വെച്ച് നടക്കുന്നവർ, തല കെട്ടിക്കൊണ്ട് നടക്കുന്നവർ, ചൂടുള്ള പോലും തല കവർ ചെയ്ത് നടക്കുന്നവരുണ്ട്. ഇവിടെ തലയ്ക്ക് തണുപ്പിനോടുള്ളൊരു സംവേദനക്ഷമതയാണ് കാലിസിലിക്കേറ്റത്തിലെ പ്രശ്നം. ബോയിലിംഗ് സെൻസേഷൻ ഇൻ ദ ബ്രെയിൻ, അനീമിയ ഓഫ് ദ ബ്രെയിൻ, കഞ്ചഷൻ ഓഫ് ഹെഡ് അറ്റ് നൈറ്റ് ഓൺ കോഫിംഗ്. അപ്പോൾ തലയിൽ തിളയ്ക്കുന്ന പോലുള്ള ഒരു തോന്നൽ, തല തിളക്കുന്ന പോലെ, തലച്ചോറ് തിളക്കുന്ന പോലെ. ഇതൊരു ആലങ്കാരികമായിട്ട് പലരും പറയാറുണ്ട്. കഠിനാധ്വാനവും ചിന്തകളും മനപ്രയാസവും വ്യഥകളും ഒക്കെ കൊണ്ട് തലച്ചോറ് തിളയ്ക്കുന്നു എന്നൊക്കെ. പക്ഷേ വാസ്തവത്തിൽ തലച്ചോറിൽ തിളയ്ക്കുന്ന അനുഭവം ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കും ഒരു പെൺകുട്ടി എന്നോടത് പറയുണ്ടായി. കുറച്ച് പ്രയാസങ്ങളുള്ളൊരു കുട്ടിയാണ്. തലയിൽ തിളയ്ക്കുന്ന പോലെ, തലയിലിങ്ങനെ നുരഞ്ഞു വരുന്നത് പോലെ. ഞാനതൊരു വിശദമായിട്ട് ചോദിച്ചപ്പോൾ അത് ഒരു തോന്നലല്ല, അങ്ങനെ അസലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണത്. വെറുതെ ഒരു ഇമാജിനേറ്റീവ് അല്ലത്. ചുമക്കുന്ന സമയത്ത് തലയിലാകെ ഇങ്ങനെ നിറഞ്ഞ് വിങ്ങിയിരിക്കുന്ന പോലെ. കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കാൽപ്പ്, എസ്പെഷ്യലി ഓഫ് ദ ഫോർഹെഡ്, തലയോട്ടിന് മൊത്തത്തിൽ, വിശേഷം നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ വലിഞ്ഞു മുറിയിരിക്കുന്ന പോലെ. ഈ ഔഷധത്തിൽ പലപ്പോഴും നെറ്റിയുടെ ഭാഗത്ത് ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, അങ്ങനത്തെ ഒരു പർട്ടിക്കുലറിലുണ്ട്. ഇറപ്ഷൻ ഇൻ ദ മാർജിൻ ഓഫ് ദ ഹെയർ, മുടിയുടെ ആ ഒരു മാർജിൻ, നെറ്റി മുടിയുമായിട്ട് ചേരുന്ന ഭാഗത്ത് അവിടെ കുരുക്കൾ വരുന്നു. ബാക്ക് ഓഫ് ദ ഹെഡ്, തലയുടെ പിൻഭാഗത്ത് വരുന്നു. മോയ്സ്റ്റ് ലൈക്ക് എക്സീമ, ഇങ്ങനെ ഈർപ്പമുള്ള വെള്ളം ഊറി വരുന്ന വരട്ടിച്ചൊറി പോലത്തെ അവസ്ഥ. ഫുൾനെസ് ഓഫ് ദ ഹെഡ് ആൻഡ് ദ ഹെയർ ഫാൾസ് ഔട്ട്, തല ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ, എന്നിട്ട് മുടി പൊഴിഞ്ഞു പോകും. ഹീറ്റ് ഇൻ ദ വോൾ ഹെഡ്, തലയിൽ മൊത്തം ചൂട്. വേഴ്സ് ഇൻ ഫോർഹെഡ്, ഈ ചൂടും നെറ്റിയിലാണ് കൂടുതലും. ഹെവിനെസ് ഇൻ ദ ഫോർഹെഡ് ഇൻ ദ മോർണിംഗ്,
പ്രഭാതത്തിൽ നെറ്റിയുടെ ഭാഗത്ത് ഭാരം, സെൻസേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ദ ഹെഡ്, തലയിൽ ഇങ്ങനെ എന്തൊക്കെയോ ചലിക്കുന്ന പോലത്തെ ഒരു തോന്നൽ. പെയിൻ ഇൻ ദ ഹെഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്. പെയിൻ വേഴ്സ് ഇൻ കോൾഡ് എയർ ആൻഡ് ഫ്രം ഡ്രാഫ്റ്റ്, ആഫ്റ്റർ കൊഹിഷൻ, from head becoming cold, from coryza after eating, when hungry, when being overheated, worse from a jar, from lights, from mental exertion, from motion of the head and eyes, from noise. ശരിക്കും പറഞ്ഞാൽ തലയിലെ വേദനകൾ എല്ലാ തരത്തിലുമുണ്ട്, എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. അത് പ്രഭാതത്തിൽ, ഉച്ചകഴിഞ്ഞ്, ഈവനിങ്, രാത്രി, മിഡ് നൈറ്റ്. തണുത്ത വായുവിൽ ഇത് മോശമാകുന്നു. ആ മൊഡാലിറ്റിയാണ് പ്രധാനം. എല്ലാത്തരം വേദനകളുണ്ട്. അത് തണുത്ത വായുവിൽ തണുപ്പടിക്കുമ്പോൾ ഈ തലയിലെ വേദന കൂടുന്നുണ്ട്. അതുപോലെ ഒരു കുലുക്കം ഉണ്ടാകുമ്പോൾ, ഒരു കുലുക്കം ഉണ്ടാകുമ്പോൾ കൂടുന്നുണ്ട്. പ്രകാശം കൊണ്ട് കൂടുന്നുണ്ട്. മാനസികമായ അധ്വാനം കൊണ്ട് കൂടുന്നുണ്ട്. വേഴ്സ് ഫ്രം ജാറും മെൻ്റൽ എക്സർഷനും ഇറ്റാലിക്സിലാണ്. ഫ്രം മോഷൻ, ചലനം കൊണ്ടുണ്ട്. തലയുടെയും കണ്ണിൻ്റെയും ചലനം കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. ശബ്ദം കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. ആർത്തവകാലത്ത് വർദ്ധിക്കുന്നുണ്ട്. കിടക്കാൻ അയാളെ നിർബന്ധിക്കും. കിടക്കാൻ നിർബന്ധിതനാകുന്ന തരത്തിലുള്ള തലവേദന. അപ്ലൈഡ് ഹീറ്റ് റിലീവ്സ്. അപ്ലൈഡ് ഹീറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൂര്യൻ പ്രകാശം കൊണ്ട് ചൂടിക്കുന്നതോ അല്ലെങ്കിൽ അധ്വാനിച്ച് ചൂടാകുന്നോ അല്ല. ഒരു ഹോട്ട് ബാഗോ ഹോട്ട് ക്ലോത്തോ വെച്ചുകൊണ്ട് ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് തല ചൂടാകുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അത് ഇറ്റാലിക്സിലാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ്. ദ പെയിൻസ് ആർ പൾസേറ്റിംഗ്, പീരിയോഡിക് ആൻഡ് പാരോക്സിസ്മൽ. വേദനകളും ഈ പറഞ്ഞ പോലെ ഒത്തിരിയുണ്ട്. ഇപ്പോൾ തുടർന്നൊരു നീണ്ട പാരഗ്രാഫ് തന്നെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തലവേദന വളരെ ശ്രദ്ധേയമായ തരത്തിൽ കാലിസിലിക്കത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മൊഡാലിറ്റീസും അതിൻ്റെ ജനറൽ കണ്ടീഷൻസും എഗ്രി ചെയ്യുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ തലവേദനകളെയും ഈ ഔഷധം സുഖപ്പെടുത്തുമെന്ന് അർത്ഥം. ദ ഐലിഡ്സ് ആർ സ്ട്രക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ്. നേരത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൺപോളകൾ ഒട്ടിയിരിക്കുന്നു. അപ്പോൾ ചെങ്കണ്ണ് അല്ലെ കണ്ണിൽ കേടുകൊണ്ടുണ്ടാകുന്നൊരവസ്ഥ. കാറ്ററാക്ട് ഹാസ് ബീൻ ക്യൂർഡ് ബൈ ദിസ് റെമഡി. തിമിരം ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ചാർജസ് യെല്ലോ ആൻഡ് തിക്ക് ഡ്രൈനസ് ഇൻ ദ ഐസ്, എക്സീമ അറൗണ്ട് ദ ഐസ് ആൻഡ് ഇൻ ദ ഐബ്രോസ്. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള ഡിസ്ചാർജ് ഉണ്ടോ, അത് ഇൻജക്റ്റീവൈറ്റീസിൽ വരുന്ന മാതിരി. അതേസമയം കണ്ണിൽ ഡ്രൈനസ്സും ഉണ്ട്, വരണ്ടു പോകുന്ന അവസ്ഥയുണ്ട്. കണ്ണിന് ചുറ്റും വരട്ടിയൊറിയുണ്ട്, പുരികത്തിലുമുണ്ട്. ഐസ് ഫീൽസ് ഹോട്ട്, കണ്ണുകളിൽ വളരെ ചൂടിൻ്റെ ഒരു അനുഭവം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഐസ്, കണ്ണിൽ വീക്കം. ഇൻ ദ കൺജക്റ്റീവ ഓഫ് ദ ലിഡ്സ്, സോറിക് കംപ്ലൈൻസ് ഓഫ് ദ ഐസ്. ഒരുതപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. കണ്ണിൽ ചൊറിച്ചിൽ, ചൊറി ഒക്കെ വരുന്ന അവസ്ഥയുണ്ട്. സോറായുടെ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്ന ലക്ഷണങ്ങളും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഇൻഫെക്റ്റഡ് ബ്ലഡ് വെസൽസ്, ലാക്രിമേഷൻ ഇൻ ദ കോൾഡ് എയർ, കണ്ണിലെ രക്തക്കൊള്ളുകൾക്ക് വീക്കം, തണുത്ത വായുവിൽ കണ്ണീര് ധാരാളമായിട്ട് ഒഴുകുന്നു. ഇറ്റ് ഹാസ് ക്യൂർഡ് ഒപ്പാസിറ്റി ഓഫ് ദ കോർണിയ, കോർണിയയുടെ പ്രകാശം കടക്കാത്ത അവസ്ഥ, ആ അവസ്ഥയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. പെയിൻ ദ ഐസ് റൈറ്റ് മോസ്റ്റ് അഫക്റ്റഡ്, ബെറ്റർ ബൈ വോംസ്. അപ്പോൾ കണ്ണിൽ വേദനയുണ്ട്, അതിൽ തന്നെ വലത് കണ്ണിനാണ് കൂടുതൽ വേദന വരുന്നത്. ചൂട് കൊടുക്കുമ്പോൾ അത് കുറയും. തണുപ്പ് കൊണ്ട് വർധനവും ചൂട് കൊടുക്കുമ്പോൾ കുറയലും കാലിസിലിക്കേറ്റത്തിൽ ഉടനീളം ഉണ്ടെന്നർത്ഥം. ഇറ്റ് ഹാസ് ക്യൂർഡ് പാരലിസിസ് ഓഫ് ദ ഒപ്റ്റിക് നെർവ്, നേത്രനാഡിയുടെ തളർച്ച, തളർവാദം ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ചെറിയൊരു എഴുത്തുകാരനൊക്കെയാണ്, അദ്ദേഹം മലയാളിയാണ്, ജർമ്മൻ പൗരനാണ്. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം ഉടനെ കാണാൻ വന്നതാണ്. ഈ ആൾക്ക് അപ്പോൾ കാഴ്ച പ്രയാസമാണ്. നല്ല പ്രയാസത്തിലൊക്കെ പുള്ളിക്ക് തനിയെ നടക്കാം, കൈ തടഞ്ഞൊക്കെ നടക്കും. ഒത്തിരി ഇരുട്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും കൈ പിടിക്കണം. ഞാനതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് പൂർണ്ണമായ അന്ധതയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ, ഒരു 40 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായ അന്ധതയായി. ജർമ്മനിയിലാണ്. സ്വാഭാവികമായിട്ടും അടുത്ത ഏറ്റവും മികച്ച കണ്ണിൻ്റെ ഡോക്ടർമാരെ കണ്ടു, സർജറി ചെയ്തു, രക്ഷയില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. ഇപ്പോൾ ഈ ആൾക്ക് ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആൾക്ക്. 10-50 വർഷം മുമ്പാണ്. ഒരുപാട് പരിശോധനകൾ ചെയ്ത് അവസാനമാണ് നാഡികളുടെ പ്രശ്നമാണ്, ഇതിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല,
നാഡികൾക്ക് പോഷണം കൊടുക്കുന്ന വിറ്റാമിൻസ് കഴിച്ചാൽ മതി നമ്മൾ കൊണ്ട് വിടുകയും ചെയ്തു. അവസാനം ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഹോമിയോപ്പത്തിൻ്റെ അടുത്ത് പോയി. ജർമ്മനി ഹോമിയോപ്പതി ജന്മനാളാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം അടുത്ത കാലത്ത് അതിന് കുറച്ച് പുനരുദ്ധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് തീരെ ഗതിയില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ ഇദ്ദേഹവും അങ്ങനെ ആരോ നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. പോയി ചികിത്സ തുടങ്ങി. ഒരു 2 മാസം കൊണ്ട് ആൾക്ക് തനിയെ പരസഹായം കൂടാതെ പകൽ സമയത്ത് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി നല്ല പ്രകാശമുണ്ടെങ്കിലും ചെയ്യാവുന്ന സ്ഥിതിയായി. അദ്ദേഹത്തിൻ്റെ തൊഴിൽ തുടരാൻ സാധിച്ചു. റിട്ടയർമെൻറ്റ് വരെ അദ്ദേഹത്തിന് തൊഴിൽ തുടരാൻ സാധിച്ചു. അപ്പോൾ പാരലിസിസ് ഓഫ് ഒപ്റ്റിക്കൽ നെർവ് എന്നൊക്കെ പറയുമ്പോൾ പലരും പേടിക്കും. നിങ്ങളൊന്നും അത് പേടിക്കേണ്ട കാര്യമില്ല. നിരവധി ഔഷധങ്ങൾ വരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു പോകുമ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് എന്ത് മരുന്നാണ് തന്നതെന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളത് ചെന്നപ്പോഴേക്കും ആ ഡോക്ടറെ പേരെ കണ്ടെത്താൻ പറ്റിയില്ല. ചിലപ്പോൾ മരിച്ചു പോവുകയോ പ്രാക്ടീസ് അവസാനിപ്പിക്കുകയോ ചെയ്ത് കാണണം. ഫോട്ടോഫോബിയ മാർക്ഡ് ഇൻ ഡേ ലൈറ്റ്. പകൽ പ്രകാശത്തോട് ഭയം. ഡേ ലൈറ്റ് എന്ന് പറയുമ്പോൾ രാത്രിയിലെ കൃത്രിമ പ്രകാശത്തോട് അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. റെഡ്നെസ് ഓഫ് ദ ഐസ്, സ്പോട്ട്സ് ഓൺ കോർണിയ, സ്റ്റാറിങ്, സോളൻ ലിഡ്സ്, അൾസറേഷൻ ഓഫ് ദ കോർണിയ, വീക്ക് ഐസ്. നമ്മൾ കണ്ണിക്കേട് അല്ലെങ്കിൽ നേത്രദീനം എന്നൊക്കെ പറയുന്ന കൺജക്റ്റിവൈറ്റീസിൻ്റെ ഒക്കെ ആയിട്ടുള്ള എല്ലാ അവസ്ഥകളോട് വരുന്നുണ്ടെന്ന് അർത്ഥം. ഇൻ ദ ഫീൽഡ് ഓഫ് വിഷൻ ദർ ആർ മെനി കളേഴ്സ്. കാഴ്ചയുടെ ആ ഒരു പരിധിയിൽ നിരവധി നിറങ്ങൾ കാണുന്നു. അത് ഞാൻ പലരും പറയാറുണ്ട്. ഫ്ലോട്ടിംഗ് സ്പോട്സ് ആൻഡ് ബ്ലാക്ക് ഫ്ലൈസ്. ഇങ്ങനെ സ്പോട്സ് ഇങ്ങനെ വായിൽ ഒഴുകി നടക്കുന്ന പോലെ, കറുത്ത തുമ്പികൾ പറക്കുന്നത്, ഇതൊക്കെ പറയും ആളുകൾ. കറുത്ത തുമ്പികൾ പറക്കുന്നത് പോലെ. ഡാർക്ക് കളേഴ്സ്, ഇരുണ്ട നിറങ്ങൾ കാണുന്നു. യെല്ലോ, മഞ്ഞ നിറം കാണും. ഡിം വിഷൻ, കാഴ്ച മങ്ങിപ്പോകുന്നു. ഡാസ്ലിംഗ്, ഇങ്ങനെ ദൃശ്യങ്ങളിങ്ങനെ മിന്നായം പോലെ, ആടുന്ന പോലെയൊക്കെ. ഇറ്റാലിക്സാണത്. കംപ്ലൈൻസ് ഫ്രം എക്സേർഷൻ ഓഫ് വിഷൻ, കാഴ്ചയുടെ അധ്വാനം കൊണ്ട്, കണ്ണിൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എക്സേർഷൻ ഓഫ് വിഷൻ ഇറ്റാലിക്സിലാണ്. ഫ്ലിക്കറിങ് ബിഫോർ ദ ഐസ്, കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ മിന്നുന്ന പോലെ. തിങ്സ് ഹീസ് ഗോയിങ് ടു ബ്ലൈൻഡ്, താൻ അന്ധനായി പോകാൻ പോവുകയാണെന്ന് അയാൾ വിചാരിക്കുന്നു. അന്ധനാകുകയാണ് വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന ആളുടെ അന്നത്തെ മനോവികാരങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ഭയം ഇതായിരുന്നു. ആ ചെറിയ പ്രായത്തിലെ താൻ ഒരു പരാധീനായി പോകുമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. സ്പാർക്സ് ബിഫോർ ദ ഐസ് ആൻഡ് വീക്ക് വിഷൻ, ഡിസ്ചാർജ് ഫ്രം ഇയർ. ഇനി ചെവിയിൽ നിന്നാണെങ്കിൽ സ്രവങ്ങളുണ്ട്. ബ്ലഡി, ഒഫൻസീവ്, പ്യൂർലൻറ്റ്, തിക്ക് യെല്ലോ. തിക്ക് യെല്ലോ ഇറ്റാലിക്സാണ്. ചെവിയിൽ നിന്നുള്ള സ്രവങ്ങൾ രക്തം കലർന്നതുകൊണ്ട്, ദുർഗന്ധമുള്ളതുകൊണ്ട്, കട്ടിയായിട്ടുള്ളതുകൊണ്ട്, മഞ്ഞ നിറത്തിലുണ്ട്. മഞ്ഞ നിറം ഇറ്റാലിക്സാണ്. സ്കർഫി ഇറപ്ഷൻസ് ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ പിന്നിൽ ഇറപ്ഷൻസ്. ഫ്ലാപ്പിംഗ് സെൻസേഷൻ ഇൻ ദ ഇയേഴ്സ്, ചെവിയിലിങ്ങനെ ചിറകടിക്കുന്ന പോലെ ശബ്ദം. ദ ഇയേഴ്സ് ആർ ഹോട്ട്, ചെവി ചൂടായിരിക്കുന്നു. ഇൻഫ്ലമേഷൻ ഇൻ ദ മിഡിൽ ഇയർ, മധ്യകർണത്തിൽ വീക്കം. ഇൻറ്റൻസ് ഇച്ചിങ് ഡീപ്പ് ഇൻ ഇയേഴ്സ്, കാതിൻ്റെ ഉള്ളിൽ അഗാധത്തിൽ ഭയങ്കരമായി ചൊറിച്ചിൽ. നോയ്സ് ഇൻ ദ ഇയേഴ്സ് വിത്ത് ഡിസീനസ്, ചെവിയിൽ ശബ്ദങ്ങൾ. ഡിസീനസ്, തലയിങ്ങനെ പാടുന്ന പോലെ. ഫ്ലാപ്പിംഗ് സൗണ്ട്സ്, റിങ്ങിങ്, റോറിങ്. റോറിങ് ഇറ്റാലിക്സാണ്. മണിയടിക്കുന്നത് പോലെ, ഇരമ്പുന്ന പോലെ, ചിറകടിക്കുന്ന പോലെയൊക്കെ ശബ്ദങ്ങൾ. പെയിൻ ഇൻ ഇയർ മോസ്റ്റ്ലി റൈറ്റ്, കൂടുതലും വലത് ചെവിയിലാണ് വേദന. ബെറ്റർ വേ ബൈ വാങ്സ്, ഇവിടെയും ചൂട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറയുണ്ട്. പെയിൻ ബിഹൈൻഡ് ദ ഇയർ ആൻഡ് ഡീപ്പ് ഇൻ ദ ഇയർ, ചെവിയുടെ പിന്നിലും ചെവിയുടെ ഉള്ളിൽ ആഴത്തിലും. ഏക്കിംഗ്, ബോറിംഗ്, ക്രാമ്പിംഗ് പെയിൻ, ഡ്രോയിങ്, സ്റ്റിക്കിംഗ്, ടിയറിങ്. സ്റ്റിക്കിങ്ങും ടിയറിങ്ങും ഇറ്റാലിക്സാണ്. അപ്പോൾ എല്ലാത്തരം വേദനകളുണ്ട്. കുത്തുന്ന പോലെയും വലിച്ചു കയറുന്നുള്ള വേദനയാണ് കൂടുതൽ. ഡ്രോയിങ് ആൻഡ് ടിയറിങ് ബിഹൈൻഡ് ദ ഇയർ. പൾസേറ്റിംഗ് പെയിൻ ഡീപ്പ് ഇൻ ദ ഇയർ ഫീൽ സ്റ്റോപ്ഡ്. ചെവിയിലിങ്ങനെ വിങ്ങുന്ന പോലെ വേദന, ചെവി അടഞ്ഞ പോലെ തോന്നുന്നു. അൾസറേഷൻ ദ ഇയർ, ചെവിയുടെ അകത്ത് വ്രണങ്ങൾ. ഹിയറിംഗ് ഈസ് അക്യൂട്ട് ഫോർ നോയ്സസ്. നോയ്സ്, സൗണ്ടല്ല, ഒച്ചപ്പാടിനോട് അയാൾ കൂടുതൽ സെൻസിറ്റീവാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ശബ്ദങ്ങളോട് സെൻസിറ്റീവ്. ലേറ്റർ ഇമ്പയർഡ്, കുറേ കഴിയുമ്പോൾ ചെവി കേൾവിയില്ലാതെ വരുന്നു. ഇറ്റ് ഹാസ് ക്യൂർഡ് ഡെഫ്നെസ് ഫ്രം കാറ്ററ ഓഫ് ദ യൂസ്റ്റേഷൻ ട്യൂബ്സ് ആൻഡ് ദ മിഡിൽ ഇയർ. അപ്പോൾ ചെവിയിൽ നിന്നും തൊണ്ടയിലേക്കുള്ള ആ കുഴലിലും മധ്യകർണത്തിലും ഉണ്ടാകുന്ന കാറ്റാറൽ കണ്ടീഷൻ കൊണ്ട്, അവിടുത്തെ ശ്ലേഷ്മസ്തരങ്ങളുണ്ടാകുന്ന വീക്കം കൊണ്ട് ഉണ്ടാകുന്ന ബധിരത, കേൾവിയില്ലായ്മേനെ കാലി സിലിക്കേറ്റം സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാറ്ററ ഓഫ് ദ നോസ് ആൻഡ് പ്രൊസ്റ്റീരിയർ നേഴ്സ് ഇൻ ചില്ലി പീപ്പിൾ,
who are weak and want to keep still and rest. അതായത് ക്ഷീണരായ മനുഷ്യർ, എപ്പോഴും വെറുതെ ഇരിക്കണം, വിശ്രമിക്കണമെന്ന് കരുതുന്ന മനുഷ്യർക്കുള്ള, അത് തന്നെ ചില്ലിയായിട്ടുള്ള മനുഷ്യർ, ജനറൽ നേച്ചർ, അങ്ങനെയുള്ളവരുടെ മൂക്കിലും തൊണ്ടയിലേക്കുള്ള ദ്വാരത്തിലുമുള്ള കാറ്ററൽ കണ്ടീഷനെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. വെരി ഒഫൻസീവ് ഡിസ്ചാർജ്, വളരെ ദുർഗന്ധമുള്ള സ്രവങ്ങളുണ്ടാവും. ഒഫൻസീവ് ബ്രെത്ത് ഇൻ സിഫിലിറ്റിക് സബ്ജക്ട്സ്, സിഫിലിറ്റിക് കേസിലാണെങ്കിൽ വല്ലാതെ ദുർഗന്ധമുള്ള നിശ്വാസങ്ങൾ വരുന്നു. ദ ഡിസ്ചാർജ് ഈസ് ബ്ലഡി, ക്രസ്റ്റി, ആക്രിഡ്, ഗ്രീനിഷ്, പ്യൂർലൻ, തിക്ക്, യെല്ലോ. അപ്പോൾ മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജും എല്ലാത്തരത്തിലുണ്ട്. രക്തം കിടന്നുകൊണ്ട്, പൊറ്റ കൊണ്ട് സ്പർശിക്കുന്നിടങ്ങളിൽ ദ്രവിപ്പിക്കുന്നതുകൊണ്ട് ഗ്രീനിഷ് ഇറ്റാലിക്സിലാണ്. പ്യൂർലൻ്റ്, തിക്ക്, യെല്ലോ, മഞ്ഞയൊക്കെ ഉണ്ട്. ഹീ സബ്ജക്റ്റ് ടു ഫ്രീക്വന്റ് കൊറൈസസ് ആസ് ഹീസ് ടേക്കിംഗ് കോൾഡ് കോൺസ്റ്റൻ്റ്ലി. എപ്പോഴും തണുപ്പടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും ജലദോഷവും തുമ്മലും ചീറ്റലൊക്കെ തന്നെയാണ്. ഡ്രൈനസ് ഇൻ ദ നോസ്, മൂക്ക് വരണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ബ്ലീഡിങ് ഓഫ് ദ നോസ് ഓൺ ബ്ലോവിങ് ഇറ്റ്, മൂക്ക് ചീറ്റുമ്പോൾ രക്തസ്രാവം. ഇച്ചിങ് ഡീപ്പ് ഇൻ ദ നോസ് വേർ മെനി ക്രസ് ഫോം, മൂക്കിൻ്റെ ഉൾഭാഗത്ത് അവിടെ പൊറ്റയുണ്ടായിട്ട് അവിടെ ചൊറിച്ചില്. ദ നോസ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഒബ്സ്ട്രക്റ്റഡ്, മൂക്ക് സ്ഥിരമായി തടസ്സപ്പെട്ടിരിക്കും. സോറയുടെ ലക്ഷണമായിട്ട് സാമുൽ ഹനിമാൻ ഓർഗനിൽ പറയുന്ന കാര്യങ്ങളൊന്നാണ്. മാറി മാറി തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് തടസ്സപ്പെട്ടിരിക്കുന്നു. പെയിൻ ദ നോസ് ആൻഡ് ദ ബോൺസ് ഓഫ് ദ നോസ്, മൂക്കിലെ അസ്ഥികളിലും വേദന. ഗ്രേറ്റ് സോർനെസ് ഇൻ നോസ്, ബേണിംഗ് പെയിൻ നോസ്, മൂക്കിൽ പൊള്ളുന്ന പോലെ വേദന, നൊമ്പരം. സ്മെൽ അക്യൂട്ട്, നല്ല മണം കിട്ടും. ലേറ്റർ ഡിമിനിഷ്, അപ്പോൾ കേൾവി പോലെ തന്നെ ആദ്യം നല്ല കേൾവി, നല്ല മണം, പിന്നെ അതില്ലാതായി പോരുന്നു. ഫ്രീക്വന്റ് വയലന്റ് സ്നീസിങ്, ഇടക്കിടക്ക് ശക്തമായ തുമ്മൽ. ദ നോസ് ഇസ് ഗ്രേറ്റ്ലി സോളൻ, മൂക്ക് വല്ലാതെ വിങ്ങിയിരിക്കും. മച്ച് സ്വെല്ലിങ് ഇൻസൈഡ് ദ നോസ്, മൂക്കിൻ്റെ അകവും വിങ്ങിയിരിക്കും. അൾസറേഷൻ ദ നോസ്, മൂക്കിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഇനി മുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിസ്കളറേഷൻ ഓഫ് ദ ഫേസ്, ബ്ലൂയിഷ്, റെഡ്, പെയിൽ. മുഖത്തിൻ്റെ നിറവ്യത്യാസം നീലിച്ചതാകാം, ചുമപ്പാകാം, വിളറിയതാകാം. സർക്കംസ്ക്രൈബ്ഡ് റെഡ് ചീക്സ്, കവിൾ നമ്മൾ നേരത്തെ കണ്ടിട്ട് കവിളിൽ ചുവന്ന നിറത്തിലുള്ള വൃത്തങ്ങൾ വരുന്നു. ദ ഫേസ് ഇസ് ജോണ്ടീസ്ഡ്, മുഖം മൊത്തത്തിൽ വിളറിയ പോലെ, മഞ്ഞപ്പിത്തം വന്ന പോലെ. ദ ലിപ്സ് ആർ ക്രാക്ഡ് ആൻഡ് ഡ്രൈ, ചുണ്ടുകൾ വിണ്ടുകീർന്നു, വരണ്ടിരിക്കുന്നു. ഫേസ് ലുക്സ് സിക്ലി ആൻഡ് ഡ്രോൺ വിത്ത് സഫറിങ് എക്സ്പ്രഷൻ. അപ്പോൾ മുഖം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ മുഖം, ഒരു സഫറിങ് എക്സ്പ്രഷൻ, അയാൾ വല്ലാതെ സഹിക്കുകയാണ്, ഒരു സഹനത്തിൻ്റെതായിട്ടുള്ള മനുഷ്യനാണെന്ന് തോന്നും. സഫറിങ് ഇറ്റാലിക്സിലാണ്. ദ ഫേസ്, ചിൻ, ലിപ്സ്, അപ്പർ ലിപ്പ്, അറൌണ്ട് ദ മൗത്ത്, നോസ്, എക്സീഡിങ് ഡൗൺ ദ നെക്ക്, കവേർഡ് വിത്ത് മോയിസ്റ്റ് എക്സീമ. അപ്പോൾ മുഖത്ത് പൊതുവെ ചുണ്ടുകളിലും ഒക്കെ ഈർപ്പം ഉള്ള തരത്തിലുള്ള വരട്ടി ചൊറിയുണ്ട്. ഷി വാസ് എ സൈറ്റ് ടു ലുക്ക് അപ്പോൺ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഓൾ ഷണ്ട് ഹെർ. ഉണ്ടോ, ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയാണ്, അവളുടെ മുഖത്തേക്ക് നോക്കിയ കഷ്ടം തോന്നും, ഒന്നേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റും, അവളുടെ കൂട്ടുകാരികൾ അവളെ ഉപേക്ഷിച്ചു പോകും. അത്രമാത്രം ദയനീയമായിട്ടുള്ള സ്ഥിതിയായിരിക്കും, വിശേഷം ഒരു പെൺകുട്ടിക്ക്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ കാലിസിലിക്കേറ്റം പേഷ്യൻറ്റിൻ്റെ ഒരു അപ്പിയറൻസ് അങ്ങനെ ഉണ്ട്. ഷി വാസ് കംഫർട്ടബിൾ ഓൺലി വെൻ ഇൻ എ വെരി ഹോട്ട് റൂം. നല്ല ചൂടുള്ള മുറിയിലാണ് ഈ കാലിസിലിക്കേറ്റം പെൺകുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നു. ഹെർപ്പസ് ആൻഡ് പിമ്പിൾസ് ഓൺ ദ ഫേസ്, മുഖത്ത് ചൊറികളും മോക്കുരുകളും ഒക്കെ ഉണ്ട്, പരുക്കളൊക്കെ ഉണ്ട്. ഇൻട്രാക്റ്റഡ് പാരോട്ടിഡ് ഗ്ലാൻഡ്, പാരോട്ടിഡ് ഗ്രന്ഥി, ചെവിയുടെ കീഴെയുള്ള കവിളുള്ള ഗ്രന്ഥി കല്ലിച്ചു പോകുന്നു. ഇൻഫ്ലമേഷൻ ദ പാരോട്ടിഡ് ഗ്ലാൻഡ്സ്, അവിടെ വീക്കം വരുന്നു. ഇച്ചിങ് ഓഫ് ദ ഫേസ്, ഡ്രോയിങ്, സ്റ്റിച്ചിങ്, ടിയറിങ് പെയിൻ ദ ഫേസ്. അപ്പോൾ മുഖത്ത് ചൊറിച്ചിലുണ്ട്, കുത്തുന്ന പോലെ വേദനയുണ്ട്, വലിക്കുന്ന പോലെ വേദനയുണ്ട്, വലിച്ച് കീറുന്ന പോലെ വേദനയുണ്ട്. മച്ച് സ്വെറ്റ് ഓൺ ദ ഫേസ്, മുഖത്ത് വളരെയധികം വിയർപ്പുണ്ട്. സ്വെല്ലിംഗ് ഓഫ് ദ ചീസ്, കവിള്, ചുണ്ട്, പാരോട്ടിഡ്, സബ്മാക്സിലറി ഗ്ലാൻഡ്സ് എല്ലാം മുഖത്ത് എല്ലാ സ്ഥലത്തിലും വീക്കം, നീർവീക്കം വരുന്നു. കവിളിലും ചുണ്ടിലും ഗ്രന്ഥികളിലൊക്കെ വീക്കം വരുന്നു. അൾസറേഷൻ ഓഫ് ദ ലിപ്സ്, ചുണ്ടുകൾ വ്രണങ്ങൾ വരും. ഹാർഡ് ക്രസ്റ്റ് കണ്ടിന്യൂസ് ടു ഫോം ഓൺ ദ അപ്പർ ലിപ്പ്, മേലെയുള്ള ചുണ്ടിൽ, മേൽചുണ്ടിൽ. ശരിക്കും മേലെയുള്ള ചുണ്ടാണ് ചുണ്ട്, താഴെയുള്ള ചുണ്ടിന് അധരം എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പർ ലിപ്പിൽ കട്ടിയുള്ള ഇങ്ങനെ പൊറ്റകൾ വരുന്നു. അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ഫോം, പോയിക്കഴിഞ്ഞാൽ വീണ്ടും വരും, കണ്ടിന്യൂസ് ഫോം മേൽചുണ്ടിൽ. അപ്പോൾ ധാരാളം പർട്ടിക്കുലർ ലക്ഷണങ്ങളാണെങ്കിലും വളരെ ശ്രദ്ധേയമായ, വളരെ ശക്തമായ ലക്ഷണങ്ങളുണ്ട്, വളരെ കൃത്യമായ മൊഡാലിറ്റീസ് ഉണ്ട്. ഇവയെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. ഇതേപോലുള്ള നിരവധി ലക്ഷണങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കവ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.